നമസ്കാരം. ഈ പുരോഹിത വസ്ത്രം ഇട്ടുകൊണ്ട് എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. സെൻറ് റീത്ത സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല അറിവുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ആ കുട്ടിയും ആ പാരൻസും ആ ടീച്ചേഴ്സും അല്ലെങ്കിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കാമായിരുന്ന ഒരു വിഷയം ഇത്രമാത്രം വിവാദമാക്കിയത് ആരാണ്? രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ച ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഹിജാബ് വിഷയം. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. ആലോചിക്കും 6 വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ്. ഏതാണ്ട് 5 വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിൽ വന്ന് ഇത് ആദ്യം പറഞ്ഞ ഞാനാണ്. അന്ന് ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി. ഈ നാട്ടിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കുന്നത്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. സംസ്ഥാനത്ത് ആളിപ്പടർന്നിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദം, ഈ പിന്നെ ഭരണപരാജയം, മന്ത്രിമാരുടെ കഴിവില്ലായ്മ, കെടുകാര്യസ്ഥത, അഴിമതി, സാമ്പത്തിക പരാധീനത, പ്രതിസന്ധി, ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതുപോലെയുള്ള അന്തസ്സാരവിഹീനമായ ബാലിശമായ വിവാദങ്ങൾ സാഹചര്യം. ഇത്ര വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. യൂട്യൂബിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒത്തിരിയേറെ യൂട്യൂബ് ചാനലുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ അതൊന്നുമല്ല. ഈ സംഭവത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു സന്യാസ സമൂഹം അവിടെയുണ്ട്. സെൻറ് റീത്ത സ്കൂളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ഒരു ഓട്ടോ വിളിച്ചാൽ കടന്നു ചെല്ലാത്ത ഓട്ടോക്കാരുണ്ട് അവിടെ. ഒന്ന് കയറി അന്വേഷിക്കുവാൻ മനസ്സില്ലാത്ത ചുറ്റുപാടുമുള്ള അയൽക്കാരുണ്ട് അവിടെ. എന്തിനു വേണ്ടിയാണ് അവരെ ഒറ്റപ്പെടുത്തിയത്? സമൂഹത്തിന് വിവരവും വിദ്യാഭ്യാസവും നൽകുവാൻ പരിശ്രമിച്ച അവരെയാണോ നിങ്ങൾ ഒറ്റപ്പെടുത്തിയത്? വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സ്കൂൾ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കേണ്ടതെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എഴുതി കൊടുത്ത ഒരു വാർത്തകൾ മാത്രമാണ്. അത് വായിച്ച് മനസ്സിലാക്കി അതിനെ തെറ്റിതിരുത്തുവാൻ അദ്ദേഹത്തിന് വിവരമില്ലാതെ പോയി. വിദ്യാഭ്യാസ മന്ത്രിയായി പോയില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെ വളരെ വിവാദമാക്കിയ വാർത്തയും നമ്മൾ കണ്ടു. എൻ്റെ പൊന്നുകുഞ്ഞ്, നിന്നെ അവർ ചേർത്ത് പിടിച്ച് ആ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ നിന്റെ മനസ്സിലേക്ക് മതത്തിൻ്റെയും ജാതിയുടെയും വേർതിരിവ് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നീ ചിന്തിക്കണം. ആർക്കും എപ്പോഴും വാങ്ങിയിടാനും വലിച്ചെറിയാനും ഉള്ളതല്ല സന്യാസത്തിലെ സിസ്റ്റേഴ്സ് ധരിക്കുന്ന ഈ ശിരോവസ്ത്രം. ഒത്തിരിയേറെ പ്രാർത്ഥനയോടും ത്യാഗത്തോടും കൂടെ അവരെടുത്ത് അണിയുന്നതാണ്. അതെടുത്ത് അണിഞ്ഞതിൻ്റെ പേരിലാണ് അവരെ ഒറ്റപ്പെടുത്തിയതെങ്കിൽ സഭയും സമൂഹവും അവരോടൊപ്പം എന്തിനു നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ട നേരിൻ്റെ വിജയം. SDPIയുടെ അജണ്ട എന്താണെന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുവാൻ വേണ്ടി ഇത്ര നിസ്സാരമായ ഒരു വിഷയത്തെ ഇത്ര വിവാദമാക്കി തീർത്തത് അവരുടെ പൊളിറ്റിക്കൽ മോട്ടീവ്സിന് വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിദ്യാഭ്യാസം മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്തായിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹവും എൻ്റെയും കാഴ്ചപ്പാടും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പാർട്ടിയുടെയും ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും പേരിലാകാതെ നന്മയുടെ നേരിൻ്റെ വഴിയിലാകട്ടെ. സന്യാസത്തിലും പൗരോഹിത്യത്തിലും ഒക്കെ ഒത്തിരിയേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ കവർ ചെയ്ത് സംസാരിക്കുകയല്ല, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, തെറ്റുണ്ടെങ്കിൽ ഏറ്റുപറയുവാനും തെറ്റിനെ അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുക. ജയ് ഹിന്ദ്, ജയ് ക്രൈസ്റ്റ്.